വെഞ്ഞാറമൂടിന് തൊട്ടടുത്ത് നല്ല അടിപൊളി വസ്തു ഉണ്ടെന്ന് പറഞ്ഞു. വെഞ്ഞാറമൂടിൽ നിന്ന് 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 32 സെൻറ്റ് വയലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് വെഞ്ഞാറമൂട്ടിൽ നിന്നും ഒരു 3 കിലോമീറ്റർ ചുറ്റുള്ളത് ഈ കാണുന്ന റോഡ് കണ്ടല്ലോ, ഇത് പിരപ്പങ്കോട് വെഞ്ഞാറമൂട്ടിൽ നിന്നും പിരപ്പങ്കോട് നിന്നും കയറി വരുന്ന റോഡാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമാണ് വെഞ്ഞാറമൂട്ടിലേക്കുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഈ റോഡ് ചേർന്ന് കിടക്കുന്ന വളരെ തുച്ഛമായ വിലയിൽ ഒരു വയലെന്ന് പറയാൻ കഴിയില്ല, പണയാണ്. അതായത് വയൽ ഇപ്പോൾ പണയാക്കിയ വസ്തുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ അതാ ഈ കാണുന്ന നല്ല 32 സെൻറ്റ് സ്ഥലമാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. കാരണം ഒന്ന് ഇതിപ്പം പണഭൂമിയാണ്, അതിനകത്ത് വാഴയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കരഭൂമി ആക്കുവാനും കഴിയും എന്നുള്ളതാണ്. ഈ കാണുന്ന വസ്തുവാണ്. ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴി ആ മെയിൻ റോഡിൽ നിന്ന് ഇത്രയും മാത്രമാണ് ഇതിൽ ദൂരമുള്ളത് ഈ വസ്തുവിലേക്ക്. ഈ കാണുന്ന പണഭൂമിയിലേക്ക് ഇത്ര ദൂരം മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വഴി ഒരുപക്ഷെ ഈ വസ്തുവിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നൽകുന്നതാണ്. പക്ഷേ അതിന് ഈ വസ്തുവിനേക്കാളും കുറച്ച് വിലയും കൂടി ആകും എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാണുന്ന റോഡ് ഉണ്ടല്ലോ, ഈ റോഡിൽ നിന്നുമാണ് ഈ ഒരു വസ്തുവിലോട്ട് നമ്മൾ പോകുന്നത്. ഈ വഴി അതുകൊണ്ട് ഈ വഴി ആ കാണുന്നതാണ് നമ്മുടെ വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ വഴി വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്നും അവർ വഴി വാങ്ങിച്ച് നൽകുന്നതായിരിക്കും. പക്ഷേ അതിന് ചെറിയ വില വ്യത്യാസവും കൂടെ ഈ 2 സെൻറ്റിനുള്ള വിലയും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കാണുന്ന റോഡ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഇത്രയും വീതിയുള്ളത് ഇപ്പോൾ ഉടനെ ടാറിങ് ആവുന്ന റോഡാണ്. ഇത് വെഞ്ഞാറമൂട് നിന്നും പെരപ്പങ്കോട്ട് നിന്നും വരുന്ന റോഡാണ്. അതുപോലെ തേമ്പാമൂടൊക്കെ പോകുന്ന റോഡാണ്. അത്യാവശ്യം വലിയ വിസ്തീർണ്ണമുള്ള അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ്. ഇവിടെയൊക്കെ ഏകദേശം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീട് ഫ്രീ ആയിട്ടുള്ളൊരു 32 സെൻറ്റ് വസ്തുവിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കാണുന്ന ഈ ഒരു വസ്തുവും കൂടെ വരുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എങ്ങനെയാണ്? 42 രൂപയാണ് സെൻറ്റിന് 42,000. അപ്പോൾ ഇതിന് ചോദിക്കുന്നുണ്ട് സെൻറ്റിന് വെറും 42,000 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. ഈ കാണുന്ന അകത്തോട്ട് കിടക്കുന്ന വസ്തുവാണ്. ഒരു സെൻറ്റിന് ചോദിക്കുന്നത് തുച്ഛമായ വിലയാണ്. നമുക്കൊന്നുകൂടി ആ സ്ഥലമൊന്ന് കാണാം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ റോഡിൽ ഏകദേശം ഈ റോഡ് ചേർന്ന വസ്തുവിന് ഏകദേശം നല്ല വിലയുണ്ടോ. നല്ല വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4, 5, 6 ലക്ഷം രൂപ വിലയുള്ള ഒരു വസ്തു ഉള്ളത്. അപ്പോൾ അതിന് ചോദിക്കുന്നത് വെറും 42,000 രൂപയ്ക്കാണ് സെൻറ്റിന് ചോദിക്കുന്നത്. അത് 32 സെൻറ്റ് വസ്തുവാണ്. 42,000 രൂപയ്ക്ക് 32 സെൻറ്റ് വസ്തുവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വസ്തുവാണ്. പിന്നെ ഇത് പണഭൂമിയാണ്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്കത് കരയാക്കി മാറ്റുവാൻ കഴിയും. ഒരു വീടൊക്കെ വെക്കണമെങ്കിൽ നമുക്കത് കരഭൂമിയാക്കുവാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെഞ്ഞാറമൂടിൽ നിന്ന് 4 കിലോമീറ്ററിൽ നിന്ന് പെരപ്പങ്കോട് നിന്ന് ഒരു 1 കിലോമീറ്റർ. അതായത് വെഞ്ഞാറമൂടിൽ നിന്ന് 4 കിലോമീറ്റർ, അതുപോലെ പെരപ്പങ്കോട് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ. അതായത് മൊത്തത്തിൽ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കാണുന്ന വസ്തു വരുന്നത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ വീഡിയോ കുറവായിരുന്നു ഇടുവാൻ വേണ്ടി. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞങ്ങൾ ഒരുപാട് ഈ വസ്തു ഒരുപാട് ആൾക്കാർ വസ്തു കാണുവാൻ വേണ്ടിയൊക്കെ വരുന്നത് കൊണ്ടും അതുപോലെ കച്ചവടം ആകുന്നത് കൊണ്ടും അതിൻ്റേതായ തിരക്കും കൂടി ഉള്ളതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആകുന്നത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.